വചനവായന 11-ാം ദിവസം. ഉൽപ്പത്തി 14-ാം അധ്യായം. ലോത്തിനെ രക്ഷിക്കുന്നു. ഷീനാർ രാജാവായ അമ്രാഫേൽ, എല്ലാസർ രാജാവായ അരിയോക്ക്, ഏലാം രാജാവായ കെദോർലാമോർ, ഗോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോദോം രാജാവായ ബേറ, ഗോമോർ രാജാവായ ബീർഷ, അദ്മ രാജാവായ ഷീനാബ്, സബായിം രാജാവായ ഷെംബെർ, ബേല അതായത് സോവാർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവർ സിദ്ദീം താഴ്വരയിൽ അണഞ്ഞിരുന്നു. അതിപ്പോൾ ഉപ്പുകടലാണ്. ഇവർ 12 വർഷം കെദോർലാവോമറിന് കീഴടക്കുകയായിരുന്നു. എന്നാൽ 13-ാം വർഷം അവർ അതിനെതിരെ പ്രക്ഷോഭം കൂട്ടി. 14-ാം വർഷം കെദോർലാവോമറും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അഷ്തരോത്ത്, കർണായിമിൽ റഫായിമുകളെയും, ഹാമിൽ സൂസീമുകളെയും, ഷാവേ കിരിയാത്തിമയിൽ എമീമുകളെയും, സെയീർ മലകളിൽ ഹോര്യരെയും അടിച്ചമർത്തി. അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപാരൻ വരെ എത്തി. അവർ പിന്തിരിഞ്ഞ് എൻമിഷ്പാത്തിൽ അതായത് കാച്ചിൽ ചെന്ന് അമേല്യക്കരുടെ നാട് കീഴടക്കി. ഹസസോൻ താമാറിൽ പാർത്തിരുന്ന അമോര്യരെയും തോൽപ്പിച്ചു. അപ്പോൾ സോദോം, ഗോമോറോ, അദ്മ, സബായിം, ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദീം താഴ്വരയിൽ ഏലാം രാജാവായ കെദോർലാവോമോർ, ഗോയിം രാജാവായ തീദാൽ, ഷീനാർ രാജാവായ അമ്രാഫേൽ, എല്ലാസർ രാജാവായ അരിയോക്ക് എന്നിവർക്കെതിരായ യുദ്ധത്തിനായി അണഞ്ഞിരുന്നു. 4 രാജാക്കന്മാർ 5 പേർക്കെതിരെ. സിദ്ദീം താഴ്വര നിറയെ ചെഴിക്കുണ്ടുകൾ ഉണ്ടായിരുന്നു. സോദോമിലെയും ഗോമോറയിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി. സോദോമിലെയും ഗോമോറയിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു. സോദോമിൽ പാർത്തിരുന്ന അബ്രാഹത്തിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി. രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു. താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിൻ്റെയും ആൻറിൻ്റെയും സഹോദരനായ മാമ്ര എന്ന അമോര്യൻ്റെ ഓക്കുമരത്തോപ്പിനടുത്താണ് അബ്രഹാം താമസിച്ചിരുന്നത്.